പോവാണ് ഞാനും കാർത്തിക്കും. പ്രണവും അജയ് സുജി ഉണ്ട്. അജയ് ബാംഗ്ലൂർ പോയി ഞാനും കാർത്തിക്കും നല്ലൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോവാം. കല്ലൂർ സൈഡാണ്. കുറേ മൈക്ക് വെച്ചിട്ടില്ല. എത്രത്തോളം വേറെ ഇതൊരു കിട്ടുന്നത് മനസ്സിലാക്കാൻ വോയിസ് കേൾക്കുന്നുണ്ടോ മനസ്സിലാവും. മൈക്ക് വെച്ചിട്ട് ഞാൻ ആടെ എത്തിയിട്ട് സംസാരിക്കാം. പകുതി എത്തി പിന്നെ കാണാൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മഴയൊക്കെ വണ്ടി ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരെടുക്കട നേരെ പോവാം. നല്ലൊരു ഗ്രാമം, നല്ല രസമുണ്ട് കാണാൻ. ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ കേൾക്കുള്ളൂ. അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് കാർത്തിക നമ്മളെവിടെയുള്ളേ ആ മൈക്കിൽ പറ എന്തെങ്കിലും. ഈ സ്ഥലത്തിൻ്റെ പേര് കയ്യൂര്. കയ്യൂര് കയ്യൂര്. നമ്മൾ കയ്യൂരാണല്ലേ. സോ പ്രണവ് ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ചായക്കടയിൽ വന്ന ചായ പോയിന്റ് എന്ന് വെച്ചാൽ, അതായത് ഇതിനെ പറയലെന്ന് വെച്ചാൽ ഈ പാലത്തിന് എന്താ പറയല്? അത് ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നുപോയി. നേരത്തെ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, ഷട്ടർ ബ്രിഡ്ജ്. ആ ഷട്ടർ പാലായി റെഗുലേറ്ററാ ഷട്ടർ ബ്രിഡ്ജ് എന്നാ കണ്ടതിൽ. അപ്പം നമ്മളിങ്ങനെ എവിടെയുള്ള ചായ പോയിന്റ്. സോ ഈ ചായ പോയിന്റിൽ നമ്മളുള്ളത്. ഇവിടെ കുറച്ച് കഴിയുമ്പം നല്ല സൺസെറ്റും കാര്യങ്ങളും വരും. അപ്പോൾ നല്ല വ്യൂ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ചായ അടിക്കാൻ വന്നേ അല്ലേ. ഇപ്പോൾ അനന്തും ഇല്ല, അനന്തു 2-ാം തീയതി എത്തുള്ളൂ. സോ ഇവിടെ ഇല്ല സുജിയും കാർത്തിക്കും പിന്നെ പ്രണവും. ടാസ്ക് എടാ പൂട്ടിയടാ. 3J പൂട്ടി ചെറിയ രീതിയിൽ പണിവാളി. നമ്മള് കള്ളന്മാര് ഇവര് ഇവിടെ നേരത്തെ 10 മിനിറ്റ് മുമ്പേ വന്നിരുന്നതാ. അപ്പോഴേക്കും ഇവിടെ തുറന്നു നോക്കായിരുന്നു. അതുണ്ടോ അതിൻ്റെ മുന്നിൽ പോയി സ്റ്റെപ്പ് ചെയ്യാൻ ഞാൻ ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോഴത്തേക്ക് സാധനം തുറന്നിട്ടില്ല. അപ്പം ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. ഇവിടെ വെക്കുന്ന ഇങ്ങനെ. സോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നല്ല സുലഭമാണ്. സോ നമ്മളിവിടെ വണ്ടി ജസ്റ്റ് വെച്ചിട്ട് നമ്മളിവിടെ നിന്നിട്ടുള്ള കാലം എല്ലാം വേദനയുണ്ട്, മടക്കാൻ പറ്റുന്നില്ല. വെസ്റ്റേൺ ഗഡ്സ് ഉണ്ടോ? വെസ്റ്റേൺ ഗഡ്സ് അതന്നെ പറഞ്ഞേ. നമുക്ക് ഇവിടെ നേരെ പോവാം. എന്നിട്ട് നമുക്ക് പുതിയ സ്പോട്ടിലേക്ക് ചായ പിടിക്കാൻ പോകാം. ഓക്കെ, കാർത്തികിനെ അവർ മൈക്ക് വെച്ചിട്ടുണ്ട്. ഇന്നല്ലൊരു വീട്. പക്ഷെ ഇപ്പം നല്ലോണം നോയ്സിങ് കേൾക്കുന്നുണ്ടാവും. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് നമുക്ക് നോക്കിയൊക്കെ എങ്ങനെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ. ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി. ഇപ്പം അത്രമാത്രം നോയ്സ് എടുക്കുന്നുണ്ട് കാര്യങ്ങൾ. ഇവിടെയാണ് മറ്റേ കയാക്കിങ്. അപ്പോൾ ഇവിടെയാണല്ലേ കയാക്കിങ്. സോ ഇവിടെയാണ് കയാക്കിങ് കാര്യങ്ങളുടെ നമ്മൾ ഇവിടെയും നോക്കി ഇവിടെയും ഇല്ല. ഇനി നേരെ ആദ്യം അങ്ങോട്ട് പോവാം. അപ്പം മൈക്ക് വീഴാന്നുള്ള വിശ്വസ്തതയോടെ നമ്മളിങ്ങനെ പോവാം. കാർത്തിക്കിന്റെ മൈക്കിലേക്ക് ഇനി നല്ലോണം വോയിസ് കിട്ടാം. അതെ, കാരണം നീ മുന്നിലല്ലേ, മുന്നിൽ നേരെ അടിക്കുമ്പോൾ ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ടുള്ളത്. നേരെ പോയിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്തായാലും എന്തൊക്കെ നോയ്സ് ക്യാൻസലേഷൻ എത്ര ഓണാക്കിയാലും കാറ്റ് കൂടുമ്പോൾ അതിൻ്റെ ഒരിത് വേറെ തന്നെ ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ. രസമില്ലേ പിള്ളേർ കളിക്കുന്നൊക്കെ കാണാൻ? നല്ല രസമുണ്ടല്ലേ. നമ്മളെ അങ്ങോട്ട് സൈഡിലൊന്നും ഇപ്പൊ ആരും ഇല്ലല്ലോ പിള്ളേർ. കണ്ടത്തിലെല്ലാം ഉണ്ടാവും തോന്നുന്നു. കണ്ട സൈഡിലുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം എന്ന് വെച്ചാൽ അതായത് ഒരു കുന്നിൻ പ്രദേശം. അതിന്റെ മുകളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഫുള്ള് കുന്നും മലയും പുഴയും അങ്ങനെയൊക്കെ. സോ അതൊക്കെ കടന്നിട്ട് വേണം നമുക്കിനി ചായ സ്പോട്ടിലെത്താൻ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ പഴയ വീട്. ഇങ്ങനത്തെ വീട് ഭയങ്കര ഇഷ്ടം. എൻ്റെ വീടിൻ്റെ തറവാട് വീടില്ലേ, അങ്ങനത്തെ വീടെല്ലാം ഭയങ്കര ഇഷ്ടം. ഇവിടെ ഒക്കെ പഴയ തരത്തിലൊരു വീടാണ്.
നല്ല രസമുണ്ടാക്കാം. പക്ഷെ അവിടെ നിൽക്കുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മഴക്കാലത്ത് ചോരും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കും. അവിടെ ഒരു കല്യാണം പാർട്ടി എന്തോ വിരുന്ന് കൊടുക്കുന്നുണ്ട്, എന്തോ വിരുന്ന് കൊടുക്കുന്നുണ്ടാണ്. അപ്പൊ നമ്മളെ നാടൻ പോയി കയറിയല്ലോ ചാടിക്കുന്നുണ്ട്. കാരണം ഇവിടെ സ്പോട്ടില്ല, ഇവിടുന്ന് ഇനി കുറച്ചും കൂടെ ദൂരം 2 കിലോമീറ്റർ 2 കിലോമീറ്റർ പക്ഷേ ഗ്രാമത്തിന്റെ മണ്ണികളൊക്കെ ഏതാ രസം കാണാൻ. അതായത് മഴ സീസൺ ആയിക്കഴിഞ്ഞാൽ മഴക്കാലത്ത് ഭയങ്കര രസമായിരിക്കും കാണാൻ. പിന്നെന്ന് വെച്ചാ നമുക്ക് രസമായിരിക്കും, വീട്ടിലായിരിക്കും ബുദ്ധിമുട്ട്. നമുക്ക് രസമായിരിക്കും. നമ്മ സ്ഥലം കാണാൻ വരുന്നവരല്ലേ, ഇപ്പൊ നമുക്ക് രസമായിരിക്കും. സോ ഇവിടെ ഇല്ലവർക്ക് വലിയ രസം ഉണ്ടാവില്ല. കാരണം ഒരു താണ പ്രദേശമായതോ ആ വീട്ടിലൊക്കെ ചെരുവ് ചളിയൊക്കെ കയറും, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഇവർക്ക് ഉണ്ടാവും. സോ അപ്പൊ നമുക്ക് ബാക്കി അവിടെ എത്തി സംസാരിക്കാം. ഇത് കേട്ടോ ഒരു ഊട്ടി വൈബ്. വലിയ കാടാണ് ഇതിന്റെ മുകളിലൊക്കെ, വലിയ കാടുള്ള സ്ഥലം ഒക്കെ. അതിന്റെ ഇടയ്ക്കൊരു വീട് വരെ കണ്ടാ മനസ്സിലാവും. സോ വലിയ കാടുള്ള ഈ സ്ഥലത്ത് റോഡൊന്നും വലിയ ശരിയില്ല. ഒരു വയനാട് പോയ ഒരു ഫീല്, ബൈക്ക് എടുത്ത് വയനാട് വന്ന ഫീല്. നമ്മ ഇങ്ങോട്ടൊന്നും ഇതുവരെ ലൈഫിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. സോ ഇവിടെ ഒരു ഫാം ഹൗസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സോ അപ്പം അങ്ങനെയാണ്, നല്ല രസമുണ്ട്. മഴയത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഇതില് പോകുമ്പോൾ വെച്ചാൽ നല്ല തണുപ്പും കാര്യങ്ങളായിരിക്കും. പിന്നെ ഡിസംബർ മാസത്തിൽ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ കോടയും ഭയങ്കരമായിട്ട് ഉണ്ടാവും തോന്നുന്നു അല്ലേ? അതറിയില്ല, എന്റെ തോന്നലായിരിക്കും, അറിയില്ല ഇനി. അതിപ്പോ വന്ന് നോക്കണം, അതിന് ഡിസംബറിൽ വന്ന് നോക്കണം. വീട്ടിന്റെ മുകളിലില്ലേ, മുകളിലാണ് കാർ പാർക്കിങ്. നേരെ കാർ എടുത്തിട്ട് വീട്ടിന്റെ മുകളിലേക്ക് ടെറസിലേക്ക് പാർക്ക് ചെയ്യും. ടെറസിലേക്ക് നമ്മുടെ അവിടെ ഒരു വീട്ടിലും കൂടി വീട്ടിലുണ്ട് നേരെ ടെറസിന്റെ ഉള്ളിൽ. അവരുടെ വീട് താഴെയാണ്, ആളുന്ന പ്രദേശമായതുകൊണ്ട് അവര് ടെറസ് അവര് കാർ ഷെഡ് കുറച്ച് പോലെയൊക്കെ അങ്ങോട്ടേക്ക് കുറെ ഉണ്ടായിനി. സോ നമ്മള് അങ്ങനെ ഒരു ഉൾനാടൻ റോഡിൽ നിന്ന് നമ്മള് നേരെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് പണ്ട്. നമ്മളൊരു കയ്യൂർ റോഡ് ഇത് കയ്യൂരേക്ക് പോകുന്ന റോഡാണ്. തുറന്നില്ല, തുറന്നിട്ടില്ല. അപ്പൊ ഇതും തുറന്നിട്ടില്ല. നമ്മളൊരു നല്ലൊരു വൈബില്ലൊരു അമ്പലത്തിൻ്റെ അടുത്ത്, ഒരു മലനിരകളിൽ ചുറ്റപ്പെട്ട ഒരു അമ്പലം. ഇതാണത്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നമ്മളിവിടെ ജസ്റ്റ് വണ്ടി സൈഡൊക്കെ. എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാനില്ലേ? വളരെ നല്ല അടിപൊളി സ്ഥലം, ഭംഗിയുള്ള സ്ഥലം, നല്ല രസമുണ്ടല്ലേ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങോട്ട് ഇങ്ങനത്തെ അമ്പലമുണ്ട്, ഒരമ്പലം കയ്യൂർ ശ്രീ ആലയിൽ പകുതി ക്ഷേത്രോ അങ്ങനെ എന്തോ ആണ് പേര്. അങ്ങനെ നമ്മളിവിടെ ഇരുന്നു, കാല് നീട്ടിയിരുന്നു. കാരണം നീട്ടി വെക്കാണ്ട് വേറെ രക്ഷയില്ല. നല്ല രസമില്ല അല്ലേ? ഇനി നടുക്കൂടെ ഒരു തോടും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. സ്കൂളിൽ അതുകൊണ്ട് ആ സ്കൂൾ ബസ്സിൽ പോയത് ആൾക്കാർ. സ്കൂൾ ബസ്സിൽ പോയി പ്രണവ് സ്റ്റോറി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാട്ട് തപ്പ്. തിങ്കൾ ബുധൻ ശനി, ഇതാണ് ഞായർ. ഇതാണ് പ്രണവിന്റെ സ്റ്റോറി ടൈം. ഇവിടുന്ന് ഇപ്പം ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഇറങ്ങും. കാരണം രാത്രി ആയതാണോ അല്ല മഴ പിടിക്കുന്നതാണോ എന്നൊരു രാത്രി ഐഡിയ ഇല്ല. സൂര്യൻ താണു, 6:15. അപ്പുറം നല്ല രസമുണ്ടല്ലേ? അപ്പുറം നല്ല വ്യൂവും കാര്യങ്ങളും. അപ്പുറം ഇപ്പുറവും അങ്ങനെ. എവിടെ നോക്കിയാലും വ്യൂ, എങ്ങോട്ട് നോക്കിയാലും വ്യൂ. അനന്തപുരിലും കൊണ്ടുവരണം ഇങ്ങോട്ട്. വരുമല്ലോ ചെയ്യും, എവിടെ വേണമെങ്കിലും വരും. അത്രയേ ഉള്ളൂ. സോ നമുക്കിനി ആദ്യം ആ പാലത്ത് തിരിച്ചു പോയിട്ട് അവിടുന്ന് ചായ കുടിക്കോ എന്തെങ്കിലും ചെയ്യാം. പഴയ KSRTC ബസ് വരുന്നുണ്ടോ? പഴയതൊന്നുമില്ല, പഴയ തന്നെയാ. അതായത് ഈ കയറ്റൊക്കെ കയറാൻ KSRTC ഓടുന്നുണ്ട്. ഭയങ്കര സംഭവം അല്ലേ? നല്ല പുള്ളിങ്ങില്ലേ KSRTCക്ക്? ഇത്ര കയറ്റെല്ലാം വലിക്കണമെങ്കിൽ നല്ല രസമാണ്. പക്ഷെ ആ പഴയ ബസ് വേണം, ആ ചോപ്പിന് മറ്റേ ആ റാന്നില്ലേ ഒരു. അതിപ്പോ മറ്റേ പോലീസിന്റെ പഴയ വണ്ടിക്കെല്ലാം. അതിപ്പം ഒറ്റ ഒന്നുണ്ട് പയ്യന്നൂരോട്. അത് മറ്റേ ഇതെല്ലാം റിപ്പയർ ആക്കുന്ന സാധനം.
മറ്റേ ഇതിലില്ലേ ഓർഡിനറി ഇല്ല സാധനം, ഓർഡിനറി ഇല്ല സാധനം. എടാ ഓർഡിനറി ഇല്ലേ ഓർഡിനറി ബസ്സിലെ അവസ്ഥ, ഓർഡിനറി സിനിമയില്ലേ ബിജുവിന്? ആ അതല്ലേ, അതെ അതെ അതെ. ഗവി 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 വിട്ടാലോ നമുക്ക്? ഗവി 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 ആടുന്ന ബസ്സും കിട്ടും ആ റൂട്ടിലേക്ക്. ഇടുക്കി പത്തനംതിട്ട ബോർഡർ. നീ ഇടുക്കി ഉണ്ടായില്ലേ? നീ ഗവി പോനാ? എടാ മണ്ട, ശിവൻ ഗവി ഇടുക്കി ഉണ്ടായതാ. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജാ? അതന്നെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ്. ഓ മെറിറ്റിൽ വന്നവനാടാ. ഞാനേ മെറിറ്റാന്ന് മെറിറ്റ്. പ്രണവ് ഇരിക്കട്ടെ ഒരു വെയിറ്റ്. അപ്പം ഇവര് ഇടുക്കിയിലുണ്ടായിട്ട് നിങ്ങൾ കറങ്ങാനൊന്നും പോയില്ല? ആടെ കുറച്ച് സ്ഥലത്തെല്ലാം പോയി. അതിന്റെ അടുത്ത് തന്നെ തമിഴ്നാട് ബോർഡർ. ഞാനത് ഗവി പോട്ടി, കമ്പം തേനി ആടെ നല്ലത്. അതെല്ലാം ഈ മഴക്കാലത്ത് പോകുമ്പോ സീന. ഗവി പോണ അവിടുന്ന് രാവിലെ ബസ് ഉണ്ട്, എന്നിട്ട് വൈകുന്നേരം അതേ ബസ് തിരിച്ചു വരാം. ഓ ആടാ മെയിനായിട്ട് സ്റ്റോപ്പില്ല, ഗവി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഇല്ല. ആ ഒരു റൂട്ടില്ലേ? അല്ല ഒരു നമ്മളെ നാടൊന്നുമില്ല. നാടുണ്ട്, പക്ഷെ അതിനല്ല ആ ഒരു പോകുന്ന റൂട്ടില്ലേ, കാനയെല്ലാം വരും. ഓ അങ്ങനെ മാനെല്ലാം ഉണ്ട്, ഞാൻ കണ്ടു. സ്ഥലമുണ്ട് ഗവി എന്ന് പറഞ്ഞേ, പക്ഷെ ആ റൂട്ടാണ് മെയിൻ ഇത്. അതിലൊരു യാത്ര നല്ല രസമാണ്. കമ്പം തേനി ഗവി അത് നിർത്തി തരും അല്ലേ? നിർത്തി തരും കുറച്ച് സ്ഥലം. KSRTC നമ്മൾ പോകുമ്പോൾ കുറച്ച് സ്ഥലത്തെല്ലാം നിർത്തി തരും. അതായത് അവർ പ്രധാനപ്പെട്ട സ്ഥലത്ത് വ്യൂ പോയിന്റിലെല്ലാം കാണാൻ, പിന്നെ മാന് അതെല്ലാം കാര്യങ്ങൾ ആനയെല്ലാം ഉണ്ടെങ്കിൽ നിർത്തും. വിനോദസഞ്ചാരം പോലെ നല്ല രസമാണ്. യാത്രക്ക് പോകുന്നില്ല എത്രയോ പൈസക്ക്. പിന്നെ ഊട്ടിയിലേക്ക് ഉണ്ട് 382 രൂപയ്ക്ക്. ആ കണ്ണൂരിന്ന് KSRTC ഇതവർ പ്രത്യേകം അങ്ങോട്ടാക്കിയിട്ട് ആക്കിയതാന്ന് തോന്നുന്നു. ഒരു ടൂറിസ്റ്റ് കണക്കത്തെ ടൂറിസ്റ്റ്. മഴക്കാലത്ത് പോകണം ഗവിയിൽ പോകുന്നുണ്ടെങ്കിൽ, കാരണം ഇരുട്ട് മൂടിയ ഒരു സ്ഥലവും മഴയെല്ലാം ആകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. നല്ല ചായക്കടയിലുണ്ടെങ്കിൽ ചായ എല്ലാം കഴിക്കാം, വേറെ തന്നെ ആയിരിക്കും. നാടൻ അത് ഈ കേരളത്തിൽ കിട്ടും അല്ലേ? നാടൻ വൈബ് ചായ. ഈ മല ഇരുട്ടായി വരുന്നതെന്ന് തോന്നുന്നു. ഇപ്പുറം മഴക്കാർ നല്ല വൃത്തി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പുറമെന്ന് വെച്ചാൽ സൂര്യനുമുണ്ട്. വിശ്വസിക്കാൻ പറ്റൂല ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരുന്നു. ഇതേ ഉള്ള ഒരു തുറസായ ഒരു സ്ഥലം ഇവിടെ. ബാക്കി ചുറ്റും കുന്നും മരങ്ങളും കവുങ്ങും കാര്യങ്ങളുമാണ്. സോ അങ്ങനെയാണ് ഒരു ക്ലബ്ബ് വയലിൻ്റെ സൈഡിൽ. നല്ല രസമില്ല കാണാൻ. വീട്ടിലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതെ, ഇത് ഗ്രൗണ്ട് ആക്കാം. ഇവിടെ നല്ലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. വോളിബോൾ ടൂർണമെന്റ് വീഡിയോ ക്ലബിന് മുമ്പിൽ ഇവിടെ വേറെ KSRTC നല്ല രസമായി. ഗ്രാമത്തിൽ KSRTC പോകുന്നതാണ് നല്ല രസം. അത് നീ പറഞ്ഞ പോലെ പഴയ KSRTC ഭയങ്കര രസമാണ്. ഇപ്പോൾ വലിയ രസമില്ല എന്നല്ല, പഴയതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല. ഗ്രാമത്തിൽ ചേർന്നൊരു വണ്ടിയാണ് പഴയൊരു മോഡൽ KSRTC. ഇങ്ങനെ കുന്നും മലയെല്ലാം താണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ. അതെന്ത് നിർത്തലാക്കിനെ അറിയില്ല, പഴയതായി. അതുകൊണ്ട് 15 കൊല്ലമായിട്ടേ ഇല്ലു അല്ലേ? 15 കൊല്ലം ഇല്ലു KSRTCക്ക് ലൈഫ് ബസ്സിന്. ഇപ്പം 15 കൊല്ലം കഴിഞ്ഞാൽ ഓരോന്ന് സ്ക്രാപ്പിന് കൊടുക്കുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ പുതിയ ബോഡി അതിന് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇറക്കുന്നതായിരിക്കും, അറിയില്ല. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ മറ്റേ സാധനം കാണാൻ പോയി ഇടുക്കി ഉണ്ടാകുമ്പോൾ. മറ്റേ സാധനം മറ്റേ ആ പൂവില്ലേ, 12 കൊല്ലം പൂക്കുന്നു. മറ്റേ ആ നീല കളർ. പേരൊന്നിപ്പാ, അതിൻ്റെ പേര് ഞാനും മറന്നുപോയി. നീലക്കുറിഞ്ഞാ? നീലക്കുറിഞ്ഞി. നീലക്കൊടുവലിന്നാണ് ഞാൻ നീലക്കുറിഞ്ഞി. പക്ഷേ ഒരു വൃത്തിയായിട്ട നാറ്റാണ് ഇനി. നാറ്റാണ്, മണമില്ല ഇനി. രണ്ടാമത് മുറിക്കാൻ വേണ്ടി ഞാൻ മറ്റേ കാല് ഫ്രീ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് അതും കൂടെ ഒന്ന് മുറിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മുകളിൽ കയറി ഇരിക്കുന്നു. അല്ല അങ്ങനെ അല്ലാണ്ട് ഇറങ്ങാനും പറ്റില്ല. ശരിയാണല്ലേ? ഞങ്ങളും കുത്തി. നല്ല കാര്യമുണ്ട്. മുട്ട് മടക്കാനാവില്ല മുറിഞ്ഞ. അങ്ങനെ നമ്മള് സ്റ്റോറേജ് ഇടക്കിടക്ക് ഫുള്ളായിക്കൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം
ഒരു മഴക്കില്ല കൂടുണ്ട് നന്നായിട്ട്. അതായത് അങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിയും, എല്ലാം മഴ പിടിച്ചിട്ട്. ഇവിടെ ഒരാളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 3 ആള്. അല്ല ഇതാരാ ഫോട്ടോ? പ്രണവിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. കാണിച്ച ചുള്ളൻ പ്രണവ്. ഓ അങ്ങനെ ആറ്റിറ്റ്യൂഡ് വിടൂല പ്രണവ്. പ്രണവ് ഒന്നും പറയല്ല, മൈക്ക് കൊടുക്ക്. നടക്കാൻ പറ്റുന്നില്ല, നടുക്കലേക്ക് കൊണ്ട് അവിടെ നിന്നു. അപ്പൊ ഇതാണ് നമ്മളെ ഗ്രാമീണ ഭംഗി. സെയിംമാരിങ്ങനെ ഫോട്ടോ എടുത്തോണ്ട് നിക്കുന്നുണ്ട്. വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ സ്ഥലം പറടാ. വന്നിരിക്കാൻ നല്ല അടിപൊളി സ്ഥലം, നല്ല കാറ്റുണ്ട്, ഒരു ചായപ്പൊടി ഉണ്ടെങ്കിൽ അടിപൊളി. ചായപ്പൊടി ഉണ്ടെങ്കിൽ ഈ സ്ഥലം എടുത്താലോ? ഈ സ്ഥലം എടുക്കണ്ട, ഈ കുണ്ടിലാരും ഇറങ്ങും. എടാ ഈട ഈ സൈഡിലാണെങ്കിൽ, അതായത് ഈ വേരിയില് പറ, മൈക്ക് കൊടുക്ക്. നീ മൈക്ക് പറഞ്ഞാലും കേക്കും, നീ പറയുന്നാലും കേക്കും. അല്ലടാ ഇവിടുന്ന് ഇങ്ങനെ പൊന്തിക്ക. അല്ല ഞാൻ പറയട്ടാ, ഇതാ ഈ സ്ഥലല്ലേ, ഇവിടെ ഒരു ചെറിയൊരു ചായക്കട. ഇവിടെ ഒരു ചെറിയ ചായക്കട കിട്ടാ. എത്ര സ്ഥലമില്ലല്ലോ. എടാ ഈടായി എടാ ഈട മതിയിലൊരു ചായക്കട, നീളം കൂട്ടിയാ പോരാ, വീതി ഇല്ലാണ്ട്. കുറച്ച് ആടെ പൊക്കി കഴിഞ്ഞാൽ എല്ലാരും അങ്ങോട്ട് ഇറങ്ങണ്ടേ? ഇവിടെ റോഡ് സൈഡിൽ തന്നെ എല്ലാവർക്കും. അതെ, അങ്ങോട്ടേക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇങ്ങനത്തെ ഇത് മതി. ചെറിയൊരു തട്ടുകട, നമ്മളാ തട്ടുകടേന്റെ ആ വണ്ടിയില്ലേ, അത് ഇവിടെ ഇട്ടുവാ. എന്നിട്ട് ഇവിടെ ഒരു ചായക്കട, ഇവിടെ ഒരു ചായക്കടേന്റെ ഒരു ലുക്കില്ല, കുറവുണ്ട്. അല്ല വണ്ടി ഒരു B6. ഇവിടെ ഒരു ചായക്കടേന്റെ കുറവുണ്ട്. ഇവിടെ ഒരു ചായക്കടയും കൂടി ഇട്ടാ ഇടാ ആൾക്കാരെ കൊണ്ട് നിറയും. കാരണം അവിടെ ഒരു ചായക്കട വന്നു കഴിഞ്ഞാ കാരണം മഴക്കാലത്ത് രസമായിരിക്കും. ഭയങ്കര ഗ്രീനറിയും കാര്യങ്ങളായിരിക്കും. ഭയങ്കര രസമായിരിക്കും കാണാൻ അല്ലേ? മഴക്കാലാകുമ്പോ ഒരു പുല്ലെല്ലാം ഫുള്ള് ഇതായിരിക്കും. ചളിയാവൂല, ചളിയാവില്ല, ഇത് കണ്ടല്ലേ? എടാ ഇവിടെ പുല്ലെല്ലാം വന്ന് കുറച്ച് പുല്ലെല്ലാം മൂടി ആടെ കണ്ടാ ഓണത്തിന്റെ സമയത്ത് അത് കണ്ടാ അതുപോലെ ആവും. ഓണത്തിന്റെ സമയത്ത് വന്നാൽ മതി. ഓണത്തിന്റെ സമയത്താ? ഓണപ്പാ ആഗസ്റ്റിലാ? സെപ്റ്റംബർ. സ്റ്റിക്കർ ഇട്ടാ, ഇന്നത്തെ സ്റ്റിക്കർ. സോ ചേട്ടൻ അവിടെ പണിയെടുക്കും. ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ, ഇന്ത്യക്കല്ല കേരളത്തിന് പുറത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടൂല. UP മധ്യപ്രദേശിലൊന്നും അന്നില്ല. എല്ലാ സ്ഥലത്തും അതിന്റേതായ ഭംഗിയുണ്ട്. അതിപ്പോ നമ്മളിവിടെ ജനിച്ചോണ്ട് നമുക്ക് ഈ സ്ഥലം ഭയങ്കര, ഇപ്പൊ അവർക്ക് ആ സ്ഥലം അവർക്ക് അടിപൊളി. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാ സാലറി കുറവ്. അതുകൊണ്ടാണ് എല്ലാരും സാധ്യതയില്ല, ജോലി സാധ്യത. കാരണം കുറെ സാലറി കുറവ്. ഗ്രാജുവേറ്റ്സ് ഇഷ്ടംപോലെ ബിടെക് കഴിഞ്ഞവര് വരെ ഇനി വരുന്ന PC ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാരും ഇപ്പം താഴെ പരിപാടി വോട്ട് ചെയ്യണ്ടേ, അങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു പോയിട്ട് ഇപ്പൊ എല്ലാരും PSCയിലാണ് അല്ലേ? കുറെ ആൾക്കാരിലും. പിന്നെ സാലറി കുറവും. കേരളത്തില് കുറവാണ്. ഇപ്പം പുതിയ കേന്ദ്രം വന്നു, ഇനിയും മാറ്റങ്ങൾ വരുന്നു വിചാരിക്കാം അല്ലെ? സ്കിൽഡ് ജോബിന് പിന്നെ ഓപ്പർച്യൂണിറ്റി ഇല്ലവർക്ക് സാലറിയിലുണ്ട്, എന്നാലും കുറവാണ്. അതെ, അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും ബാംഗ്ലൂര് അങ്ങനത്തെ കുറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ബാംഗ്ലൂർ ഉണ്ടായതാ IT ഫീൽഡ്. ഉണങ്ങുന്നില്ലെങ്കിൽ, ഒരു മാറ്റം കാണുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാം. അത് ഞാൻ ഇന്റർലോക്കിലാ വീണ് പാടാ, ഇങ്ങനെ തിരിച്ചിട്ട് മുമ്പോട്ടിട്ടുണ്ടാ. ഇന്റർലോക്കിലാ ഞാനുള്ളത്, പക്ഷെ വീണത്. അപ്പം അവിടെ TT എടുക്കാൻ, അതായത് ഇരുമ്പിന് മുട്ടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പം TT എടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് TT എടുക്കാൻ, അല്ലാണ്ട് പറയുന്നത് ഇതില്ല. അപ്പം അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്കൊന്ന് ആടില്ലൊരു വ്യൂ എന്ന് വെച്ചാൽ ഇതാണ്. വീടില്ലൊരു വ്യൂ വെച്ചാൽ ഇതാണ്. നേരത്തെ 2 ചേട്ടന്മാരിന്നു. അവിടെ ഒരു ചേട്ടൻ പശുവിന് പുല്ല് കൊണ്ടുപോകാൻ പുല്ല് കൊണ്ടുവന്നുണ്ട് വീട്ടിലേക്ക്. അധ്വാനിക്കുന്ന ജനത, ഇതാണ് കേരളത്തിന്റെ മഹത്വം. എന്തൊക്കെ ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. അയ്യോ, കാലം വൃത്തിൻ്റെയാന്ന് തോന്നുന്നു.
നല്ല രസമില്ലേ ഒരു വ്യൂ. എടാ അമ്പലത്തിൽ മണിമുട്ടലായി. പക്ഷെ അത് നീല് കേട്ടിട്ടുണ്ടോ അറിയില്ല. കാരണം ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓണാക്കി. കേട്ടിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ടെൻഷനോ ഡിപ്രഷനോ കാര്യങ്ങളോ ഉണ്ടാകുമ്പം ഇവിടെ വന്ന് ഇരിക്കലെന്ന് വെച്ചാൽ രസം തന്നെയായിരിക്കും അല്ലേ? അതെ കിട്ടുന്നുണ്ടേ നേരാ. എന്നാ പിടിച്ചോ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സമാധാനമുള്ള സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. എനിക്ക് അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എന്തോ പോലെ. നേരെ അങ്ങനെയാണ് സംഭവം. ഇനി ചുറ്റും കാണിച്ചു കൊടുക്കും. ഇവിടെ ഒരു ചായക്കട മസ്റ്റാണ്. അവിടെ ഒരു ചായക്കട ഉണ്ട്, അതങ്ങോട്ട് കാണിച്ചത്. അവിടെ ഒരു ചായക്കട ഉണ്ട് ഓൾറെഡി. പിന്നെ ഇവിടെയും കൂടെ ഒരു ചായക്കട ഉണ്ടെങ്കിൽ ഈ സൈഡിലും കൂടെ അവർ നിൽക്കുന്ന ഒരു സൈഡിലും കൂടെ ചായക്കട ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ ആളുകൊണ്ട് ഇങ്ങോട്ട് പിന്നെ ഇവിടെ ആളുകൊണ്ട് നിറഞ്ഞിട്ട് നമുക്ക് വരാൻ പറ്റില്ല. കാരണം ഒരു കാര്യം നടക്കില്ല. പിന്നെ സമാധാനം തേടി വന്ന് സമാധാനം പോയ പോലെയാവും. അങ്ങനെ സംഭവിക്കും. ഇവിടുന്ന് എന്തായാലും ഇറങ്ങാം, ഇരുട്ടാവാറായി. ഇനി നമ്മൾ ഫസ്റ്റ് നിന്ന് പാലത്ത് പോകും, അല്ലെങ്കിൽ നേരെ വീട്ടിലേക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ചായ കുടിക്കും. പിന്നെ എൻ്റെ ചാർജും തീരാനായി നല്ലോണം, 7% ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. എന്നിട്ട് ബാക്കി വീഡിയോ വൈൻഡപ്പും കാര്യങ്ങളും അവിടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഏകദേശം ചാർജ് തീരാനായി. അപ്പം ആകാശം ഇങ്ങനെ ഉണ്ടോ, ഏകദേശം ഇങ്ങനെ കറുത്ത് വരലായി. സോ നമ്മളിവിടുന്ന് ഇറങ്ങലായി. സോ നമുക്ക് നേരെ വിടാം. ഓക്കെ, ഞാൻ അവിടെ വെച്ചിട്ട് ബാക്കിയായിരുന്നു. കാട്ടിലിങ്ങനെ പോവാം. എല്ലാം ഇവിടെ അവർ വരട്ടെ. ഒരു വണ്ടി ഉണ്ടാക്കണോ, ഓടിച്ചോ. ഒരു വ്യൂ ഉണ്ടോ പാലത്തിൻ്റെ മുകളിലല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ് ചെറിയ ചായക്കട ഏതാന്ന് കണ്ടോ, തുറന്നിട്ടില്ല. സോ നമ്മൾ അവിടത്തേക്കാണ് വന്നത് മെയിനായിട്ട്. നമ്മളിപ്പോൾ ഇവിടെയുള്ള അതൊക്കെ ഉണ്ടോ, നല്ല വ്യൂ. ബ്ലോക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക, കാരണം ചാർജ് കുറവാണ്. പിന്നെ സ്റ്റോറേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അടുത്ത വ്ളോഗായിട്ട് നടക്കണം. ഓക്കെ, സോ അവന്മാരവിടെ ഉണ്ട്. പ്രണവ് ഒരു ബൈ കൊടുക്കും. ഓക്കെ, ബൈ ബൈ ബൈ. സമരം നമ്മൾ ചായ കുടിക്കാൻ